റബ്ബർ തോട്ടത്തിൽ നിന്നും കയറി വന്ന വേണു കാണുന്നത് ജോൺ സാമുവലിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആളെയാണ്. അയാൾ വേവലാതിയോടെ അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. എന്ത് പറ്റി സാർ? വേണുവിൻ്റെ മുഖത്താകെ പരിഭ്രമം നിറഞ്ഞിരുന്നു. ആഹാ, വേണു ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ കാണാതായപ്പോൾ ഞാൻ കരുതി താനും ഇവരുടെ കൂടെ പോയിരിക്കുമെന്ന്. വേണുവിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു. എന്തിനാ അല്ലി കരയുന്നത്? അവൾക്ക് എന്തെങ്കിലും? വേണു പകുതിയിൽ നിർത്തി. ഏയ്, പേടിക്കാനൊന്നുമില്ല വേണു. പിന്നെ അളകയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അയാൾ ആയുഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണുവിനോട് പറഞ്ഞു. ആമിയേട്ടത്തേക്ക് അല്ലിയെ ഇഷ്ടമാണല്ലോ, പിന്നെന്താ അങ്ങനെയെല്ലാം പറഞ്ഞത്? തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഒരു പോലീസ് ഓഫീസർ തെളിവ് സഹിതം പറയുമ്പോൾ ആമിയേട്ടത്തി അതിനെ എതിർത്തു എന്ന് പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്, എനിക്കുറപ്പാ. വേണു പറഞ്ഞത് കേട്ട് ജോൺ ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, സത്യത്തിന് നേർക്ക് കണ്ണടയ്ക്കാനൊന്നും ആമിക്ക് കഴിയില്ല. എല്ലാം നേരെയാവും. അതുവരെ എൻ്റെ കുഞ്ഞ് ക്ഷമിക്ക്. ജോണും കൂടി അങ്ങനെ പറഞ്ഞതും ആമി പെട്ടെന്ന് തന്നെ ജോണിൽ നിന്നും അകന്നു മാറി. അല്ലെങ്കിലും അമ്മ എല്ലാവർക്കും ഫേവററ്റ് അല്ലേ? എന്തൊക്കെ പറഞ്ഞു? എൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തറവാട്ടിൽ വരേണ്ട കാര്യമില്ല പോലും. ഇനി ആ പേരും പറഞ്ഞ് അവിടെ ചെന്നു പോകരുതെന്ന്. ഞാൻ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഇത്രയും CI പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത അമ്മ ഇനി ഒരിക്കലും എന്നെ മകളായി അംഗീകരിക്കാൻ പോകുന്നില്ല. എൻ്റെ അമ്മ സീതയാ. എൻ്റെ അമ്മയ്ക്ക് എന്നെ എന്ത് ഇഷ്ടമായിരുന്നെന്നറിയോ? സ്വന്തമല്ലെന്നറിഞ്ഞിട്ടും ഒരിക്കൽ പോലും അത് അറിയിക്കാതെ എന്നെ നെഞ്ചോട് ചേർത്ത് വളർത്തിയില്ലേ എൻ്റെ അമ്മ. അവസാനത്തെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നോട് എത്ര പറഞ്ഞിട്ടും മതിയാകുന്നില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ നല്ല നാളുകളായിരുന്നു അതെല്ലാം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത നല്ല സുഖമുള്ള ഓർമ്മകളെ സമ്മാനിച്ച ആ കാലം മതി എനിക്ക് എൻ്റെ അമ്മയെ ഓർക്കാൻ. ആമി എന്ന എൻ്റെ പെറ്റമ്മയ്ക്ക് പപ്പ ഒരു സത്യമാണ്, എന്നാൽ മകളെന്ന ഞാൻ വെറും മിഥ്യയാണ്. മിഥ്യ സത്യമാണെന്ന് തോന്നുമ്പോൾ തിരിച്ചു വരുമായിരിക്കും, പക്ഷേ അന്നേരം എനിക്ക് വേണ്ട അമ്മയെ. അതും പറഞ്ഞൊരു തേങ്ങലോടെ അളക ഉള്ളിലേക്ക് കടന്ന് സ്റ്റെയർ കേസ് ഓടിക്കയറി. തൻ്റെ റൂമിലെത്തിയ അവൾ ബെഡിലേക്ക് കമിഴ്ന്നു വീണു. എന്തു പറഞ്ഞാണ് തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ജോൺ നിസ്സഹായനായി നിന്നു. ആയുഷ് ജോണിനെയും വേണുവിനെയും ഒന്ന് നോക്കിയതിനു ശേഷം ഉള്ളിലേക്ക് കയറി. വേണു വന്നിട്ട് ചായ ഒന്നും കഴിച്ചില്ലായിരുന്നോ? ജോൺ വേണുവിൻ്റെ നേർക്ക് നോക്കി. ഇല്ല, നിങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കടന്നില്ല. വെറുതെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി. എന്നാ വേണു ചെല്ല്. താൻ ഉപയോഗിച്ചിരുന്ന റൂമിൽ നിന്റെ ഡ്രസ്സുകളൊക്കെ കാണും. ചെന്ന് ഫ്രഷായി വാ. അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാൻ പറയാം. വേണുവും പതിയെ അകത്തേക്ക് കയറി. അതോടെ ജോൺ പതിയെ സിറ്റ് ഔട്ടിലെ സോപാനത്തിലേക്ക് ഇരുന്നു. പിന്നെ ആമിയെ വിളിക്കാനെന്നോണം ജോൺ പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്തു. അപ്പോഴാണ് ഫോൺ ഓഫായിട്ടില്ലെന്നും ഇപ്പോഴും ഫോണിന്റെ അങ്ങേ തലയ്ക്ക് ആമിയുണ്ടെന്നും അയാൾക്ക് മനസ്സിലായത്. അയാൾ വേഗം ഫോൺ ചെവിയിലേക്ക് ചേർത്ത് ഹലോ പറഞ്ഞു. അപ്പുറത്തു നിന്നും ഒരു വിതമ്പലായിരുന്നു മറുപടി. ആമി, മോള് പറഞ്ഞതെല്ലാം നീ കേട്ടല്ലേ? അപ്പുറത്തു നിന്നും മറുപടിയൊന്നുമില്ല. എൻ്റെ കുഞ്ഞ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അല്ലേ അച്ചായ? അവളുടെ മനസ്സിൽ സ്നേഹിക്കാൻ കഴിയാത്ത പാഴ് ജന്മമായി പോയല്ലോ ഞാൻ ശരിക്കും ഒരു തോൽവിയാണ് അല്ലേ അച്ചായ? തിരിച്ചൊന്നും പറയാൻ കഴിയാതെ മൂകനായി പോയിരുന്നു ജോൺ. അച്ചായൻ വെച്ചോ, എനിക്കെൻ്റെ തല പെരുക്കുന്നു, ഞാനൊന്ന് കിടക്കട്ടെ. അതിന് മറുപടി പോലെ ജോൺ ഒന്ന് മൂളി. അതിനുശേഷം ഫോൺ ഓഫ് ചെയ്ത് അയാൾ പതിയെ അകത്തേക്ക് നടന്നു. ബാത്റൂമിൽ നിന്നും മേലൊക്കെ കഴുകി പുറത്തേക്ക് ഇറങ്ങിയ ജൂലി വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തത് കണ്ട് ഒന്ന് അന്താളിച്ചു നിന്നു. വാതിൽ തുറന്നിട്ട് പൊളിക്കാൻ കയറിയതല്ലേ താൻ? ഇതിപ്പോ ആരാ? മനസ്സിലങ്ങനെ ചോദിച്ചുകൊണ്ട് അവൾ റൂമിൽ ആകെ ഒന്ന് നോക്കിയതും ബെഡിൽ കിടക്കുന്നയാളെ കണ്ട് ഒരു നിമിഷം നിന്നു. ബെഡിൽ മലർന്നു കിടന്ന് ഇടത് കൈ തണ്ട കണ്ണുകൾക്ക് മുകളിലായി വെച്ച് എന്തോ ഗഹനമായ ചിന്തയിൽ മുഴുകി കിടക്കുകയാണ് വേണു. ജൂലി പതിയെ വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതെപ്പോ വന്നു? വേണു പെട്ടെന്ന് കണ്ണുകൾക്ക് മുകളിൽ നിന്നും കൈത്തണ്ട എടുത്തു മാറ്റി. എന്നിട്ട് അവൾക്ക് നേരെ മനോഹരമായൊന്ന് ചിരിച്ചു കാട്ടി. എന്താണ് പെണ്ണെ, നീ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല, പുറത്ത് നല്ല കാറും കോളും ഒക്കെയുണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാ. ജൂലി അവളുടെ സ്ഥായിയായ ഭാവത്തോടെ പറഞ്ഞു. വരുമ്പോൾ എനിക്കും തോന്നിയിരുന്നു, മഴ മാത്രമല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയാ, ഇടിയുടെ ഒപ്പം മിന്നലും ഉണ്ടാവും. അത് കേട്ട് വേണു ഒന്ന് ചിരിച്ചു. നീ എന്നെ ഇടിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? എന്നിട്ടെന്തിനാ എൻ്റെ കൈക്ക് പണിയുണ്ടാകാനോ? അപ്പോൾ പെണ്ണിനറിയാം ശരിക്കും എന്നെ. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അല്ല, നിങ്ങളെന്തിനാ എൻ്റെ റൂമിൽ വന്ന് കഥ കളച്ചത്? പണ്ട് അടികിട്ടി കിടന്ന പോലെയാണോ ഇപ്പോൾ?
വല്ലവരും കണ്ടാ എന്താ വിചാരിക്കുക? അവൾ അവനെ രൂക്ഷമായെന്ന് നോക്കി. ദേ, ഞാനൊന്നും പറയുന്നില്ല. കലിപ്പിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് ജോലി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. വേണു ഒരു ചിരിയോടെ മേൽ കഴുകാനായി വാഷ്റൂമിലേക്കും കയറി. ആയുഷ് ചെല്ലുമ്പോൾ അളക അതേ കിടപ്പ് തന്നെയാണ്. അവനവളുടെ അടുത്തിരുന്നു കൊണ്ട് പതിയെ പുറത്തു തട്ടി. നന്ദ. അവൾ തലചരിച്ച് അവനെ ഒന്ന് നോക്കി. എന്തിനാണ് അച്ചുവേട്ടാ ദൈവം എനിക്ക് ഈ ജന്മം തന്നത്? വേണ്ടായിരുന്നെങ്കിൽ അച്ചുവേട്ടന്റെ മുത്തച്ഛൻ എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? എന്നിട്ട് ആ മൃതശരീരം സ്വന്തം മകളുടെ അരികിൽ വച്ചു കൊടുക്കാമായിരുന്നില്ലേ? അതോടെയെല്ലാം അവരിച്ഛിച്ചതുപോലെ തന്നെ ആകുമായിരുന്നല്ലോ. എനിക്ക് ഈ ജന്മം യാതനകൾ ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് അവന് നന്നായി സങ്കടം വന്നു. നോക്കൂ നന്ദ, ഞാനെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവരും ചിറ്റയെ. നിന്നെ സ്നേഹിക്കാനുള്ള മനസ്സവർക്കുണ്ടെന്ന് അന്നത്തെ ആ 2 ദിവസം കൊണ്ടവർ തെളിയിച്ചു തന്നില്ല നന്ദ. അതുപോലെ തന്നെ ചിറ്റ ഇനിയും നിന്നെ സ്നേഹിക്കും. വേണ്ട, എന്നെ അവരെ സ്നേഹിക്കണ്ട. എനിക്കവരെ അമ്മയായിട്ട് ഇനി വേണ്ടെന്നേ. എൻ്റെ അമ്മയെ വെള്ളപ്പുതപ്പിച്ച് കിടത്തിയത് കണ്ടിട്ടും എൻ്റെ അച്ഛനു വേണ്ടി തളരാതെ നിന്നവളാണ് ഞാൻ. എനിക്ക് ഈ വേദനയെയും മറികടക്കാൻ കഴിയും. ഇതിൻ്റെ പേരിൽ ഇന്ന് മാത്രമേ ഞാൻ കരയൂ. നാളത്തെ പ്രഭാതം മുതൽ ഇത് വേറൊരു അളകനന്തയായിരിക്കും. കുറച്ചു നാളായി എൻ്റെ വ്യക്തിത്വം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മ മരിച്ചതിൽ പിന്നെ ചെറിയച്ഛനോട് പോരടിച്ച് ജീവിച്ചവളാ ഞാൻ. എനിക്കിതെല്ലാം പുല്ല് പോലെ തള്ളിക്കളയാനാവും. സ്വന്തം മകളല്ലെന്ന് കരുതി 2 ദിവസം എന്നെ സ്നേഹിച്ചില്ലേ? സ്വന്തം അമ്മയാണെന്ന് കരുതി തന്നെ ഞാൻ ആ സ്നേഹം സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞു ഞാനും അവരും തമ്മിലുള്ള ബന്ധം. ഇനി അവരുടെ പേര് അച്ചുവേട്ടൻ എന്നോട് മിണ്ടരുത്. അവളോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആയുഷിന് മനസ്സിലായി. അവൻ അവൾക്കരികിലേക്ക് കിടന്നുകൊണ്ട് പതിയെ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു കിടന്നു. അവന്റെ നെഞ്ചിടം അവളുടെ കണ്ണുനീരിനാൽ നനഞ്ഞു കുതിർന്നുകൊണ്ടിരുന്നു. അവന്റെ വിരലുകൾ ഒരു താളമെന്നോണം അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. ആമിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ തനിക്ക് നേരിടേണ്ടത് സ്വന്തം ചോരയെയാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ പതറിയ പോലെ തനിക്കും പതർച്ച വരുമോ? ഭഗവാൻ അർജുനന് സാരോപദേശം കൊടുത്തതുപോലെ ആരുണ്ട് തനിക്ക് പറഞ്ഞു തരാൻ? ശത്രുവിന്റെ പതനം കണ്ട് ജയിച്ചെന്ന് അഹങ്കരിച്ച് താൻ തിരിച്ചു വരുമ്പോൾ ആർക്കു വേണ്ടിയാണോ താൻ യുദ്ധം ചെയ്യുന്നത് അവൾക്ക് താൻ അന്യായി പോകുമല്ലോ. ഇല്ല മോളെ, ജയിച്ചെന്ന അഹങ്കാരത്തോടെ ഞാൻ വന്ന് നിൽക്കും നിന്റെ മുൻപിൽ. അന്നേരം നിനക്കെന്നെ വേണ്ടായെങ്കിൽ അതോടെ ഈ അമ്മയും അവസാനിച്ചു. നീയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ പപ്പയോടൊത്തൊരു ജീവിതം എനിക്കുള്ളൂ. നിനക്കെന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ വേദാത്മികയുടെ ജീവിതം അവിടെ അവസാനിച്ചു. എതിരാളിയുടെ പതനം വരെ നിന്നെ ഞാൻ പ്രതീക്ഷിക്കും. കാരണം ആ പ്രതീക്ഷയാണ് എൻ്റെ ശക്തി. ആമി പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. കരഞ്ഞിരിക്കാൻ ഇനി സമയമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അലമാരയിൽ നിന്നും അവൾ തൻ്റെ ഡയറി എടുത്തു. നാളെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവൾ ഒരു കുറിപ്പ് പോലെ അതിൽ എഴുതി തുടങ്ങി. ഓരോ വരികൾ എഴുതുമ്പോഴും ഉന്മാദം നിറഞ്ഞതുപോലെ അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ഡയറി മടക്കി അവൾ അലമാരയ്ക്കകത്ത് തന്നെ വെച്ചു. അതിനുശേഷം അലമാരയിൽ ഭദ്രമായി വച്ചിരുന്ന ഒരു കവർ എടുത്ത് അവൾ ബെഡിൽ വന്നിരുന്നു. ആ ഡയറിയിൽ നിന്നും അവൾ ഒരു ഫോണും ഒരു പുതിയ സിം കാർഡും പുറത്തെടുത്തു. രഹസ്യമായി CI മഹേഷ് അവൾക്ക് എത്തിച്ചതായിരുന്നു അത്. അവൾ സിം ഫോണിലേക്ക് ഇട്ടു. അത് നേരത്തെ ആക്ടിവേഷൻ ചെയ്തതായതുകൊണ്ട് സിം ഓപ്പൺ ആവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവൾ ആ ഫോണിൽ വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്തു. മല്ലിക എന്ന പേരാണ് അതിൽ കൊടുക്കാൻ മഹേഷ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ചെയ്തു. പ്രൊഫൈൽ പിക്ക് ഇടാനുള്ള ഫോട്ടോയും അയാൾ അയച്ചു കൊടുത്തിരുന്നു. അവൾ തൻ്റെ ഫോണിലെ ഗാലറിയിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് ഈ വാട്സാപ്പിലേക്ക് അയച്ചു. അതിനുശേഷം പ്രൊഫൈൽ പിക്കായി ആ ഫോട്ടോയും ചേർത്തു. അവൾ ആ ഫോട്ടോയിലേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു. മല്ലിക, സുന്ദരിയാണ് നീ. അപ്പോൾ ശരി മുത്തേ, ഞാൻ കളി തുടങ്ങാൻ പോവുകയാണ്. അവൾ സ്വന്തം ഫോണെടുത്ത് അതിലൊരു നമ്പർ സെർച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് കോൾ ചെയ്ത് ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ഹലോ മേഡം, പറയൂ. അപ്പുറത്തു നിന്നും പരുക്കനായ ഒരു സ്വരം. മുരുക, ഞാൻ പറഞ്ഞു തന്നതെല്ലാം നിന്റെ ഓർമ്മയിലില്ലേ? ഉവ്വ് മേഡം. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ എത്ര പേരുണ്ട് നിന്റെ കയ്യിൽ? 4 പേരുണ്ട് മേഡം. കൂടുതൽ വേണമെങ്കിൽ ബുദ്ധിമുട്ടില്ല, ഞാൻ സംഘടിപ്പിക്കാം. നീ കൂടാതെ നമുക്കൊരു 6 പേര് വേണം. ഓക്കെ മേഡം, ഞാൻ ഏറ്റു. ശരി, ഞാനൊരു നമ്പർ അയച്ചു തരാം. ഞാൻ പറഞ്ഞതുപോലെ നീ അയാളോട് കാര്യങ്ങൾ പറയുക. മേഡം നമ്പർ അയച്ചോളൂ, ഞാൻ വിളിക്കാം. ഫോൺ ഓഫ് ചെയ്തതിന് ശേഷം ആമി തന്റെ ഫോണിൽ നിന്നും പാർത്ഥസാരഥിയുടെ നമ്പർ എടുത്ത് മുരുകൻ അയച്ചു കൊടുത്തു. അപ്പുറത്ത് മെസ്സേജ് സീനായത് കണ്ടതും അവൾ ഫോൺ ഓഫ് ചെയ്ത് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ഈ സമയം മുരുകൻ തന്റെ ഫോണിൽ പാർത്ഥസാരഥിയുടെ നമ്പർ സേവ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് കോൾ ചെയ്ത് അപ്പുറത്ത് ഫോൺ എടുക്കുന്നതും കാത്തിരുന്നു.
രാവിലെ ആമി ദത്തന്റെ റൂമിലെത്തുമ്പോൾ അയാൾ എങ്ങോട്ടോ പോകാനുള്ള തിരക്കിലായിരുന്നു. ആമിയുടെ കയ്യിലെ ചില്ല് ഗ്ലാസ്സിലെ വെളുത്ത ദ്രാവകം കണ്ടതും ദത്തന്റെ നെറ്റി ചുളിഞ്ഞു. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ആ ചോദ്യം കേട്ട ആമി ഒന്ന് ചിരിച്ചു. അസുഖം മാറാനാണല്ലോ ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ, കണ്ണടച്ച് മൂക്ക് പൊത്തി ഒറ്റ വലി, അത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. നിനക്കത് പറയാം. ഒടുക്കത്തെ കയ്പ. എത്ര മധുരം തിന്നാലും വായിൽ നിന്ന് കയ്പ് പോകുന്നില്ല. കല്ലിന്റെ വേദന ആലോചിക്കുമ്പോൾ കുടിച്ചു പോകുന്നതാ. അതവിടെ വയ്ക്കൂ. എന്നിട്ട് നീ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഒരു കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടാ? അവൾ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് ദത്തന്റെ അടുത്ത് പോയിരുന്നു. അയാൾ മേശവലിപ്പ് തുറന്ന് അതിൽ നിന്നും മെഡിസിന്റെ ഒരു കവർ എടുത്തു. എന്നിട്ട് അവൾക്ക് നേരെ നീട്ടി. ഇന്നലെ വരെ കഴിച്ച മരുന്നുകളുടെ കൂടെ ഇനി ഈ മരുന്ന് കൂടി നീ കഴിക്കണം. അവളൊന്നും മനസ്സിലാകാതെ ദത്തന്റെ മുഖത്തേക്ക് നോക്കി. എനിക്കിപ്പോ അസുഖമൊന്നുമില്ലേട്ടാ, പിന്നെ എന്തിനാ മെഡിസിൻ കൂട്ടുന്നത്? നിനക്ക് അസുഖമില്ലെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അത് നോക്കാൻ ഡോക്ടറുണ്ട്. അതിന് ഈ അടുത്ത കാലത്തൊന്നും ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെ എൻ്റെ മെഡിസിൻ കൂട്ടണമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി? അതിനുള്ള മറുപടി പെട്ടെന്ന് ദത്തന് കിട്ടിയില്ല. ഏട്ടനൊരു കാര്യം ചെയ്യ്, ഡോക്ടറുടെ നമ്പർ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്തതാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ അയച്ചു തരാം. നീ വിശദമായി തന്നെ ചോദിച്ചറിയി. അതിനുശേഷം പുതിയ മെഡിസിൻ കഴിച്ചു തുടങ്ങിയാൽ മതി. അയാൾ ശാന്തത കൈവിടാതെ പറഞ്ഞു. ആമി മെഡിസിൻ മേശപ്പുറത്ത് വച്ചിട്ട് ഗ്ലാസ് എടുത്തു. അതോടെ അയാൾ കൈനീട്ടി ആമിയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി. എന്നിട്ടത് കണ്ണടച്ചു പിടിച്ച് ഒറ്റ വലിക്കകത്താക്കി. പെട്ടെന്ന് തന്നെ തല കുടഞ്ഞുകൊണ്ടയാൾ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. പിന്നാലെ ആമിയും. ഓടിച്ചെന്ന ആമി ദത്തന്റെ മൂക്കും വായും ഒരുമിച്ച് പൊത്തിപ്പിടിച്ചു. അതോടെ വാളുവയ്ക്കാൻ തൊണ്ടക്കുഴിയോളം എത്തിയ ദ്രാവകം അയാളുടെ ആമാശയത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. ഹോ, ഞാനിപ്പോ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോയനെ. അതും പറഞ്ഞവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. നാളെ മുതൽ ഇതും കൊണ്ട് വന്നാലുണ്ടല്ലോ, എൻ്റെ കൈയുടെ ചൂട് നീ ശരിക്കും അറിയും. ദത്തൻ ദേഷ്യത്തോടെ ആമിയെ നോക്കിക്കൊണ്ട് മേശപ്പുറത്തിരുന്ന പാത്രത്തിൽ നിന്നും പഞ്ചസാരയെടുത്ത് വായിലേക്കിട്ടു. എന്നിട്ടും കയ്പ് പോകാതെ തല കുടഞ്ഞുകൊണ്ടേയിരുന്നു. ഏട്ടനിപ്പോ എവിടെ പോകുന്നു? ആമി ചില്ല് ഗ്ലാസും കയ്യിൽ പിടിച്ചുകൊണ്ട് ദത്തന്റെ നേർക്ക് നോക്കി. എറണാകുളം. എങ്കിൽ ഞാനും വരട്ടെ. എന്തിന്? എന്നെ അവിടെ ലോ കോളേജിൽ ഇറക്കിയാൽ മതി. ലോ കോളേജിലോ? എന്തിന്? ദത്തന്റെ നെറ്റി ചുളിഞ്ഞു. എനിക്ക് എൻ്റെ പഠനം തുടരണം. അതിനെന്ത് വേണമെന്ന് നേരിട്ട് പോയി അന്വേഷിക്കാമെന്ന് കരുതി. അത് കേട്ടതും ദത്തന്റെ മിഴികൾ കോപം കൊണ്ട് ചുവന്നു. നീ ഇനി പഠിക്കാൻ പോയിട്ട് എന്തുണ്ടാകാനാണ്? ഒരിക്കൽ പോയതും പഠിച്ചതുമൊന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇവിടെ ഇരുന്നോ മര്യാദയ്ക്ക്. അതാ നിനക്കൊക്കെ നല്ലത്. ഒരു പഠിപ്പുകാരി വന്നിരിക്കുന്നു. ദത്തൻ അവൾക്ക് നേരെ കോപം കൊണ്ടലറി. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ പോകും. ആദ്യമായി ദത്തന് നേരെ ആമിയുടെ പ്രതിഷേധ സ്വരമുയർന്നു. ആമി, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനിയുള്ള കാലം ഈ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞാൽ മതി. ആമി ഒന്ന് ചിരിച്ചു. ഒരുപാട് കാലം ഈ റൂമിനുള്ളിൽ മാത്രം കഴിച്ചുകൂട്ടി ഞാൻ. ഈ വീടിൻ്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഞാൻ അങ്ങനെയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഏട്ടാ. എന്നെ കൂടെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഏട്ടനാണ്. പോകേണ്ട എന്ന് പറഞ്ഞ് അടക്കി നിർത്താൻ ഏട്ടൻ അധികാരമില്ല. ആമി, ദത്തൻ കോപം കൊണ്ട് അലറി. ഏട്ടൻ അലറണ്ട. ഞാൻ ഇനിയും പഠിച്ചാൽ എന്താ കുഴപ്പം? ഈ തറവാടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുമോ? അവളും അതേ കോപത്തോടെ ചോദിച്ചു. നീയൊക്കെ ഈ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ തന്നെ മേൽക്കൂര ഇളകും. അപ്പോൾ പിന്നെ പുറത്തു പോയാലുള്ള അവസ്ഥ പറയണോ? അയാളുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിടർന്നു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വേണ്ട. മറിച്ചൊരു തീരുമാനം നിന്റെ അടുത്തു നിന്നുണ്ടായാൽ കൊന്നു കുഴിച്ചു മുടിഞ്ഞ് പറഞ്ഞില്ലെന്ന് വേണ്ട. അതും പറഞ്ഞ് മേശപ്പുറത്തിരുന്ന ബാഗെടുത്ത് തോളിലിട്ടുകൊണ്ട് ദത്തൻ പുറത്തേക്കിറങ്ങി. അയാളുടെ പോക്ക് നോക്കി ചുണ്ടിൽ ഒരു ചിരിയുമായി ആമി നിന്നു. ചെല്ല്. അധികകാലം എന്നെ ഭരിക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ല ദത്ത. ദിവസങ്ങൾ എണ്ണിക്കോ നീ. നിന്റെ പതനം ഇന്നിവിടെ ആരംഭിക്കുകയായി. ഗ്ലാസ് എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ മെഡിസിനും എടുക്കാൻ അവൾ മറന്നില്ല. ഇരിക്കട്ടെ, ആവശ്യം വരും. ഇതെല്ലാം കൂട്ടിവെച്ച് നിനക്ക് ഞാനൊരു ചേക്ക് കൂട്ടും. ബാഹുബലി സിനിമയിൽ ദേവസേന ചുള്ളിക്കമ്പുകൾ കൂട്ടിയിട്ട് തീക്കുണ്ടമൊരുക്കുന്നില്ലേ? അതുപോലെ ഈ ഗുളികകളെല്ലാം ചേർത്ത് വെച്ചൊരു തീക്കുണ്ടമൊരുക്കും ഞാൻ. അതിൽ നീറി നീറി നീ പിടയും. എനിക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതെല്ലാം നിന്റെ മുൻപിൽ ഇങ്ങനെ വന്ന് കൊഞ്ഞനം കുത്തും. അന്ന് നീ നിസ്സഹായനായിരിക്കും ദത്ത. വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൾ എതിരെ വന്ന സെർവന്റിന്റെ കയ്യിൽ ഗ്ലാസ് കൊടുത്തതിന് ശേഷം തന്റെ റൂമിലേക്ക് പോയി. വാതിൽ കടന്ന് വാതിൽ ലോക്ക് ചെയ്തു അവൾ. അതിനുശേഷം തന്റെ പുതിയ ഫോൺ എടുത്ത് ബെഡിൽ വന്നിരുന്നു. ആമി മുരുകനെയാണ് വിളിച്ചത്. മേഡം, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി മേഡം വിളിച്ചോളൂ. ശരി മുരുക, അവരെ വിളിച്ചതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ മേഡം.
ആ കോൾ കട്ട് ചെയ്തതിനു ശേഷം അവൾ പാർത്ഥസാരഥിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പുറത്ത് കോൾ കണക്റ്റായി എന്ന് കണ്ടതും ആമി തൻ്റെ തൊണ്ടയൊന്ന് ശരിയാക്കി. ഹലോ. പാർത്ഥസാരഥിയുടെ സ്വരം തൻ്റെ ചെവിയിലേക്ക് ഒഴുകിയെത്തിയതും ആമി സംസാരിച്ചു തുടങ്ങി. സാർ, ഞാൻ മല്ലിക. മുരുകണ്ണൻ പറഞ്ഞിട്ട്. അപ്പുറത്തു നിന്നും ആമി പാർത്ഥസാരഥിയുടെ ചിരി കേട്ടു. ആ മല്ലികയെ, മല്ലിക ഇപ്പോൾ എവിടെയാണ്? ഞാൻ എറണാകുളത്തുണ്ട് സാർ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങും. ഹോട്ടലിൻ്റെ പേരും അഡ്രസ്സും റൂം നമ്പറും ഞാൻ വാട്സാപ്പ് ചെയ്തു തരാം. നിന്റെ ഫോണിൽ വാട്സാപ്പില്ലേ? ഉണ്ട് സാർ. നീ മാത്രമേ ഉള്ളൂ അതോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഞാൻ മാത്രം സാർ. എങ്കിൽ വർക്ക് കൂടും. അയാളൊരു വഷളൻ ചിരി ചിരിച്ചു. എങ്കിൽ പൈസയും കൂടും. അതും പറഞ്ഞ് മുത്തുമണി കിലുങ്ങും പോലെ ആമി ചിരിച്ചു. എൻ്റെ അമ്മേ, ഇപ്പോൾ തന്നെ ചിരിച്ചെന്നെ മയക്കല്ലേ. എന്നാ ശരി സാർ. അതും പറഞ്ഞ് ആമി ഫോൺ കട്ട് ചെയ്തു. ഒരു ഗൂഢമായ ചിരി അന്നേരം അവളുടെ ചുണ്ടിൽ വിടർന്നിരുന്നു. അല്പസമയം കഴിഞ്ഞതും ആ വാട്സാപ്പിലേക്ക് പാർത്ഥസാരഥിയുടെ മെസ്സേജ് എത്തി. ആമി അപ്പോൾ തന്നെ ആ മെസ്സേജ് മുരുകന് ഫോർവേഡ് ചെയ്തു. അതോടെ മുരുകനും കൂട്ടുകാരും കളിക്ക് തയ്യാറായി. ദത്തൻ പാർത്ഥസാരഥിയുടെ ഓഫീസിലെത്തുമ്പോൾ അയാളും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. നീ എത്തിയോ? എങ്കിൽ സമയം കളയണ്ട, നമുക്കിറങ്ങാം. അതും പറഞ്ഞ് പാർത്ഥസാരഥി മുന്നേ ഇറങ്ങി. ഓഫീസിൽ ഗുമസ്തനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരുന്നു പാർത്ഥസാരഥിയുടെ അംഗപ്പുറപ്പാട്. താഴെ പാർക്ക് ചെയ്ത കാറിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് ദത്തനും കോ ഡ്രൈവർ സീറ്റിലേക്ക് പാർത്ഥസാരഥിയും കയറിയിരുന്നു. ഇടയ്ക്കിടെ കളിക്കുന്ന സ്ഥിരം കളികൾക്കായി രണ്ടുപേരും എറണാകുളത്തേക്ക് വണ്ടി വിട്ടു. ആമിയുടെ ഫോൺ വരുമ്പോൾ മഹേഷ് സ്റ്റേഷനിലായിരുന്നു. പറയൂ ആമി. മല്ലിക റെഡിയല്ലേ സാർ? എല്ലാം റെഡിയാണ്. പാർത്ഥസാരഥിയും ദത്തനും പുറപ്പെട്ടു കഴിഞ്ഞോ? കഴിഞ്ഞെന്നാണ് മുരുകൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ മുരുകനെ വിളിച്ചോളാം. നാളത്തെ പ്രഭാതത്തിനായി ആമി ഒരുങ്ങിയിരുന്നോ? ഗുഡ് ന്യൂസുമായി നാളത്തെ പുലരി ആമിയെ വരവേൽക്കും. ഒരു ഗൂഢസ്മിതത്തോടെ ആമി ഫോൺ ഓഫ് ചെയ്തു. നേരം വെളുത്തിട്ടും എഴുന്നേൽക്കാൻ മടിച്ച് അങ്ങനെ തന്നെ കിടന്നു അളക. ആയുഷ് തൊട്ടടുത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അവളവനെ കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. എത്ര സുന്ദരനാണ് എൻ്റെ അച്ചേട്ടൻ. ഏതു പെണ്ണും ഒന്ന് നോക്കി നിന്നു പോകുന്ന സൗന്ദര്യത്തിനുടമ. എന്നിട്ടും തനിക്കെന്തേ അന്നൊന്നും ഇങ്ങേരോട് പ്രണയം തോന്നാതിരുന്നത്? തൻ്റെ നേർക്ക് നീളുന്ന മിഴികളിൽ പ്രണയമായിരുന്നു എന്ന് തനിക്കെന്തേ മനസ്സിലായില്ല? ഒരിക്കലെങ്കിലും തന്നോട് പ്രണയം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ കലിപ്പനെ ആരെങ്കിലും പ്രണയിച്ചാൽ അവർക്കെൻ്റെ വക സമ്മാനമുണ്ടെന്ന് ഒരു വെല്ലുവിളി പോലെ വേണുവേട്ടനോട് പറഞ്ഞതോർത്ത് അവൾക്ക് ചിരി വന്നു. എന്താണ് ഭാര്യയെ എൻ്റെ മുഖത്ത് നോക്കി കിടന്നുകൊണ്ട് വെറുതെ ചിരിക്കുന്നത്? പെട്ടെന്നാണ് ആയുഷ് കണ്ണു തുറന്നു നോക്കിയതും അങ്ങനെ ചോദിച്ചതും. അളക ചമ്മലോടെ മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോൾ ശരിക്കുമെന്തോ കള്ളത്തരമുണ്ട്. അല്ലാതെ ഈ കവളുകളിങ്ങനെ ചുമക്കില്ലല്ലോ. എതിർവശത്തേക്ക് തിരിച്ച മുഖം അവൻ ബലമായി തൻ്റെ നേർക്ക് തിരിച്ചു. അവൾ നാണം കൊണ്ട് തൻ്റെ മിഴികൾ അടച്ചു കഴിഞ്ഞു. അവൻ പതിയെ അടഞ്ഞ കൺപോളകളിൽ മെല്ലെയൊന്നൂതി. അതോടെ അളക പെട്ടെന്ന് മിഴികൾ വലിച്ചു തുറന്നു. അന്നേരം അവൻ്റെ ചുണ്ടുകൾ ആ മിഴികളിൽ അമർന്നു. നാണം കൊണ്ട് കൂമ്പിപ്പോയവൾ വീണ്ടും ആ മുഖം താഴ്ന്നു വരുന്നത് കണ്ടതും അവൾ അവനെ ഒരു തള്ളുകൊടുത്തു. പെട്ടെന്നുള്ള നീക്കമായതിനാൽ ആയുഷ് ബെഡിലേക്ക് മലർന്നു വീണു. പെണ്ണെ, നീ കളിക്കണ്ട. ഞാനൊന്ന് കെട്ടിപ്പിടിച്ച നിനക്ക് എന്ത് നഷ്ടമാണ് വരുന്നത്? നോക്ക്, സമയം ഇപ്പോൾ 8 ആവുന്നേയുള്ളൂ. കുറച്ചു നേരം നമുക്കൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാം. എൻ്റെ പൊന്നല്ലേ. അവനൊന്ന് കെഞ്ചി. അയ്യേ വേണ്ട. രാത്രി മുഴുവൻ അറിയാതെ കെട്ടിപ്പിടിക്കാം. അറിഞ്ഞുകൊണ്ട് ഒന്ന് തൊടാൻ പാടില്ല. ഇതെന്താ, വെള്ളരിക്കാ പട്ടണമോ? അവൾ വേഗം അവനെ തള്ളിമാറ്റി എഴുന്നേൽക്കാൻ നോക്കി. പറയുന്നത് കേൾക്കുന്നെന്താ? കുറച്ചു നേരം മാത്രം പ്ലീസ്. അതോടെ അവൾ കണ്ണുകളടച്ച് അനങ്ങാതെ കിടന്നു. ആയുഷിൻ്റെ കൈകൾ അവളെ വലയം ചെയ്തുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നന്ദാ, നമ്മളിനി എന്നാണ് ജീവിച്ചു തുടങ്ങുക? നിന്റെ മനസ്സെന്നാണ് എന്നിലേക്ക് പൂർണ്ണമായും അലിയാൻ തയ്യാറാവുക? അവനവളുടെ കാതിൽ മന്ത്രിച്ചതും ഇക്കിളി പൂണ്ടെന്നപ്പോൾ അവളൊന്ന് പിടഞ്ഞു. പറഞ്ഞെന്താ? എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് എൻ്റെ പപ്പയും അമ്മയും ഒരുമിക്കട്ടെ, അത് കഴിഞ്ഞ്. എന്തിനാ അത് മാത്രമാക്കുന്നേ? എനിക്കൊരു അളിയനെ കൂടി കിട്ടിയിട്ട് മതി. ദേ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, നല്ല മാന്തങ്ങ വെച്ച് തരും ഞാൻ. അതോടെ അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടങ്ങ് മറിഞ്ഞു.